കർത്താവ് നാം ഉപസപ്പെടുമാറാകട്ടെ. അനുഭവിക്കുന്ന ഒരു അവസരം ലഭിച്ചതിനെ കുറിച്ച് കർത്താവ് സൂചിക്കുകയാണ്. നമ്മുടെ പ്രവീൺ പ്രാർത്ഥിച്ചത് മാതിരി ഞാൻ ഈ മിനിസ്ട്രിക്ക് വേണ്ടി ഐ എം പ്ലാനിങ് ടു ഗോ ടു ഇന്ത്യ ദിസ് വെനസ്ഡേ. ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിച്ചത് കർത്താവിൻ്റെ ഹിതമായിരുന്നെന്ന് വിചാരിക്കുന്നു. ദൈവം എനിക്ക് ആയുസ് നീട്ടിക്കൊടുത്ത് ഉള്ളത് കാര്യങ്ങൾക്കെല്ലാം അറിഞ്ഞാണെങ്കിലോ മേ ബി ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് ട്രിപ്പായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇത്രയും മാത്രം യാത്ര ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത് മാത്രമല്ല കർത്താവിൻ്റെ വരവ് അതിന് മുമ്പ് ചിലപ്പോൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നേരത്തെയൊക്കെ 6 മാസം ഇവിടെയും 6 മാസം ഇന്ത്യയിലും അങ്ങനെ ആയിരുന്നു. അങ്ങനെ മാറി മാറി വന്നുള്ള സമയത്ത് എനിക്ക് ഈ സുഖമില്ലാത്ത ശേഷവും ഞാൻ പോകുന്നത് കുറച്ചു. കാരണം എനിക്ക് ഒത്തിരി അപ്പോയിൻമെൻ്റ് ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട്. അതെല്ലാം എനിക്ക് സൗജന്യമാണ്. 5 പൈസ തരണ്ട, ഒരു പൈസ പോലും എനിക്ക് നടക്കണ്ട. എല്ലാം സൗജന്യമായിട്ട് എനിക്ക് ലഭിച്ചുകൊണ്ട് ആ അപ്പോയിൻമെൻ്റൊക്കെ കളയാതെ ഞാനെല്ലാം റെഗുലറായിട്ട് ഞാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉടനെ വരേണ്ട ആവശ്യമുണ്ട്. ഓർവില്ലെങ്കിൽ ഞങ്ങൾ നെക്സ്റ്റ് ഫെബ്രുവരിയിൽ വരാനിരിക്കുക. ആക്ച്വലി ഞങ്ങൾ ജനുവരിയിൽ വരാൻ പ്ലാൻ ചെയ്തതാണ്. ഞങ്ങളെല്ലാം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതാണ്. അത് പെട്ടെന്ന് ചെറിയൊരു മാറ്റമാണ്. കാരണം എൻ്റെ ജോൺസ് ചെറിയാൻ, എൻ്റെ മൂത്ത ബ്രദർ ജോൺസ് ചെറിയാൻ്റെ മകളുടെ കല്യാണം, 5ാമത്തെ ലാസ്റ്റ് മോളിൻ്റെ കല്യാണം വിവാഹം ഇറ്റ് വിൽ ബി ഓൺ February 6th. അതിനുവേണ്ടി ഞങ്ങൾ ടിക്കറ്റ് മാറ്റി വെച്ച് ഞങ്ങൾ ഫെബ്രുവരിയിലോട്ട് മടങ്ങി വരാൻ തീരുമാനിച്ചു. അങ്ങനെ ടിക്കറ്റൊക്കെ മാറ്റേണ്ടി വന്നു. ഇതിൽ 4 months ആയി ഇന്ത്യ. ഞങ്ങൾ പലയിടങ്ങളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുക. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പല സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുക. എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ. അതുമാത്രമല്ല, ഒരു സഹോദരൻ എന്നെ വിളിച്ചു. ശുഭു ഞങ്ങളിപ്പോൾ പാട്ട് പാടുന്ന സഹോദരൻ ശുഭു ഉണ്ട്. അപ്പം പറഞ്ഞു, അങ്ങനെ ശുഭു ചൊന്നാർ ശുഭു പറഞ്ഞു നിങ്ങൾ വളർത്തായിട്ട് ഞങ്ങൾ കേട്ടു. ദേവക്കോട്ടയിൽ പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇവാഞ്ചലിസ്റ്റാണ്. അപ്പം അങ്ങനെ പറഞ്ഞു, ശിവു പറഞ്ഞായിരുന്നു ഇന്ത്യ പറഞ്ഞു. ഞങ്ങളുടെ സഭയിൽ വരാതെ സഭയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞങ്ങളുടെ സഭയിൽ വരണം, സാക്ഷി പറയണം, പാട്ട് പാടണം, മെസ്സേജ് കൊടുക്കണം, തീർച്ചയായിട്ടും പറഞ്ഞത് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേരെ വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഞായറാഴ്ച പോകാൻ ആഗ്രഹിക്കുക. ഞാൻ ഒരേ സംഭവം മാത്രം ഞാൻ പറയാനിരിക്കുക. ഞാൻ ഹാപ്പി മെലഡി മിനിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്തിൽ പെണ്ണുങ്ങൾ, അതായത് അവർക്കെല്ലാം ഡൗറിയുടെയൊക്കെ പ്രശ്നമുണ്ടല്ലോ. ഡൗറി ഒത്തിരി പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ പെണ്ണുങ്ങളെ എവിടെല്ലാം ആ വീട്ടിൽ ജനിക്കുന്നു, ആ പെണ്ണുങ്ങളെല്ലാം ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞ ഉടനെ ആ പെണ്ണുങ്ങൾ ആ കൊച്ചു കുഞ്ഞിനെല്ലാം കൊന്നുകളയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഏത് സ്ഥലം അറിയാമോ? കേട്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ എവിടെല്ലാം പെൺകൊച്ച് ജനിച്ചാൽ 2-3 ദിവസത്തിലാണ് അതിനെ കൊന്നുകളയും. ആ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ആ സ്ഥലത്തിൻ്റെ പേരാ ഉസിലംപട്ടി. ഉസിലംപട്ടിയിൽ കേട്ട് കാണും. ആ ഉസിലംപട്ടി എന്ന് പറഞ്ഞ സ്ഥലം, അവർക്കെല്ലാം ആ സ്ഥലത്തിൽ ആ പെണ്ണുങ്ങൾ ജനിച്ച ഉടനെ ഉടനെ അത് കൊന്നുകളയും. കാരണം അവർക്ക് വേണ്ട, കാരണം ചെലവാ, ഗൗരി കൊടുക്കാൻ വയ്യ, അതുകൊണ്ട് അത് അന്നെ കൊന്നുകളയും. ആ സ്ഥലത്ത് ഞാൻ ഉസിലംപട്ടിയിൽ ഞങ്ങൾ ഒരു ദിവസം പ്രോഗ്രാം ഞാൻ പോയായിരുന്നു. എല്ലാ വർഷവും പലയിടത്ത് പോകാറുണ്ട്. ആ ഉസിലംപട്ടിയിലെ അവിടെ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ പോലീസ് സ്റ്റേഷനുണ്ട്. അവിടെ അവിടെ എല്ലാം തേവന്മാരാണ് ഒത്തിരി താമസിക്കുന്നത്. ഒത്തിരി കമ്മ്യൂണിറ്റി പറഞ്ഞ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണ്. ആ തേവന്മാർ താമസിക്കുന്ന ആ കമ്മ്യൂണിറ്റിയിലാണ് ഞങ്ങൾ പ്രോഗ്രാം നടത്തിയത്. ഞങ്ങൾക്ക് ഒരു വാനുണ്ട്. ആ വാനിൽ ജനറേറ്ററുണ്ട്, മിക്സറുണ്ട്, ആംപ്ലിഫറുണ്ട്, എല്ലാ സാധനമുണ്ട്. എല്ലാം ഒരു 5-9 പേരകത്ത് ഇരിക്കുക. വലിയ വാനാണ്, മറ്റൊരു വാൻ. അതിനകത്ത് ഞങ്ങളെല്ലാം പോയിരിക്കുക. അവിടെ പോയി ഞങ്ങൾ സാധനം എല്ലാം സെറ്റ് ചെയ്ത് അവിടെ പോയി അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ നടത്താനായിട്ട് അവിടെ പോയി ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവിടെ നടക്കുന്ന സമയത്ത് ഒരു 10-200 പേരുണ്ട് അവിടെ. ആ സമയത്ത് അവിടെ ആൾക്കാരെ ഇരുന്നിട്ട് ഞങ്ങൾ പാട്ട് 6:30 മണിക്ക് പാട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഇപ്പോഴും ആ ഓർമ്മയുണ്ട് ആ കാര്യം. 6:30 മണിക്ക് പാട്ട് തുടങ്ങി 6:30 7 7ആകുമ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തിന് എഴുന്നിട്ടു. അവൻ പറയാ, ആഹാ ഇത് പരിപാടി കൊള്ളാമല്ലോ, ഇത് ക്രിസ്ത്യാനികളുടെ പരിപാടിയാടാ, നമ്മളെ ക്രിസ്തവ മതത്തിൽ ചേർക്കാനുള്ള പരിപാടിയാണ് ഇത്. നമ്മളെ പാട്ട് പരിപാടി പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ട് ഇത് പരിപാടി, ഇത് നമ്മളെല്ലാം ഹിന്ദുക്കളാണ്, നമ്മളെല്ലാം ഇത് ഉടനെ നിർത്തണം. അപ്പം അത് നടത്തിയത് അവിടുത്തെ ഒരു ലോക്കൽ ഒരാൾ, അവനൊരു ഹിന്ദുവാ, കർത്താവിനെ സ്വീകരിച്ച് നിർത്തണം. അവൻ പറഞ്ഞു, അവൻ്റെ പേര് രാമുവാ. ഉടനെ ആ വേറെ പാണ്ഡ്യൻ എന്ന സാധന പറയുന്നത്, രാമു ഉടനെ നിർത്താൻ പറ, ഇത് ഞങ്ങൾ പരിപാടി ഒക്കത്തില്ല, ഇത് ഞങ്ങൾ കേൾക്കാൻ പറ്റത്തില്ല, ഉടനെ നിർത്താൻ പറ.
ഉടനെ ഈ പുള്ളി പറഞ്ഞു, രാമ പറഞ്ഞു, ഇത് ആരും നിർബന്ധിക്കുന്നില്ല, നിങ്ങൾ കേൾക്കുന്ന കേട്ടാൽ മതി, ഇഷ്ടമുള്ള ഒത്തിരി കേൾക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്, നീ നിനക്ക് ഇഷ്ടമല്ല നീ പൊയ്ക്കോ, കേൾക്കുന്നവർ കേൾക്കട്ടെ. ഇല്ല പറ്റത്തില്ല, പട്ടില്ല പറഞ്ഞു. അവരെല്ലാം ബഹളം ഉണ്ടാക്കി, ചിലർക്കൊക്കെ ബഹളം ഉണ്ടാക്കി. ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പാട്ട് പഠിക്കൊണ്ടിരിക്കുക. പാടുന്ന സമയത്ത് ഒരു കല്ല് വന്നു, 2 കല്ല് വന്നു. കല്ല് തൃപ്തിരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പേടിച്ചു, ഇതെന്ത് പരിപാടിയാ. അപ്പം തന്നെ ഞാൻ പാടി നിർത്തി, എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ അപ്പം തന്നെ കാരണം സാധനമെല്ലാം പോകുന്നു. ജനറേറ്റർ കൊണ്ട് പറയില്ല, കല്ല് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറയും നിർത്തി, കയ്യിൽ പറ്റത്തില്ല. അങ്ങനെ നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ അവിടുത്തെ സഭാ ഹാളിൽ തന്നെ അപ്പം അനൗൺസ് ചെയ്തു, ഇതിപ്പോൾ അടുത്ത ഈ പ്രോഗ്രാം അവിടെ തന്നെ സഭാ ഹാളിൽ ആ ചർച്ചിൽ വെച്ച് നടത്തുന്നതായിരിക്കും, നിങ്ങളെല്ലാവരും അവിടെ വാർന്നപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു 10 പേര് അവിടുന്ന് പോയി. പിന്നെ ഞങ്ങൾ ആ പരിപാടി നടത്തി, ചർച്ചിൽ വെച്ച് നടത്തി, അതേ കർത്താവിനെ സ്വീകരിച്ചു. ഞാൻ പറയാൻ വന്ന കാരണം ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഈ പാട്ട് ശുശ്രൂഷ മുഖാന്തരം അനേക കർത്താവിനെ കണ്ടിട്ടുള്ള എന്ന കാര്യം എനിക്ക് തീർച്ചയായിട്ട് പറയാൻ സാധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് 5 മക്കളാണ്. 5 മക്കളിൽ ഒരു മോള് എപ്പോഴും പറയും, അവള് പറയും, ഓർമ്മയുണ്ടോ കർത്താവിനെ നീ എന്നാ സ്വീകരിച്ചത്? മുന്നേ അവള് പറഞ്ഞു, ഡാഡി ഞാൻ ഓർക്കുന്നുണ്ടോ, ഞാൻ ആ സ്ഥലത്ത് വെച്ച് ആ കർത്താവിനെ സ്വീകരിച്ച. കാരണം ആ മോള് പറഞ്ഞതിന് കാരണം ഞങ്ങൾ ചെന്നൈയിൽ ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഫാമിലിയായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ അറിയുന്നില്ല. ഫാമിലിയായിട്ട് പോയ സമയത്ത് ചെന്നൈ പോകുന്ന മദ്രാസിൽ പോകുന്ന വഴിക്ക് ഉളുന്തൂർപേട്ട എന്നൊരു സ്ഥലമുണ്ട്, ഉളുന്തൂർപേട്ട. അവിടെ സുശേഷൻ കാൾ ചെയ്യുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്. ആ ഇവാഞ്ചലിസ്റ്റിൻ്റെ വീടിൻ്റെ മണ്ടയ്ക്ക് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. ആ വീടിൻ്റെ മണ്ടയ്ക്ക് വലിയ ഓപ്പൺ ടെറസിൽ ഞങ്ങൾ പ്രോഗ്രാം നടത്തി. ആ നടത്തിയ സമയത്ത് അടുത്തുള്ള ചുറ്റുപാടുള്ള എല്ലാ ഹിന്ദുസും ഒത്തിരി ആൾക്കാരെല്ലാം വന്നു. അവരുടെ പാട്ടെല്ലാം കേട്ടു. ആ പാട്ട് കേട്ട സമയത്ത് എൻ്റെ മോളും അവിടെ കൊണ്ട് ആ പാട്ട് കർത്താവിന് വചനം പറഞ്ഞത് വേറെ സ്വാതറ. അങ്ങനെ ആ പരിപാടിയിൽ കർത്താവിനെ സ്വീകരിച്ച് അന്ന് കർത്താവിനെ സ്വീകരിക്കുന്ന ആരെയും ഉണ്ടോ അവരും കൈപോക്കി അങ്ങനെ കർത്താവിനെ സ്വീകരിച്ച് എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ കർത്താവ് ചിന്തിക്കുക. അങ്ങനെ ഒത്തിരി പേര് കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ എവിടെല്ലാം പോയാലും ഇവിടെല്ലാം പറയും, ബദരെ എന്നെ ഓർക്കുന്നുണ്ടോ? അറിയത്തില്ല. ഞങ്ങളുടെ എൻ്റെ കല്യാണത്തിന് ഹാപ്പി മേരഡിയാണ് പാടിയത്. അത് മാത്രമല്ല, ഓർക്കുന്നുണ്ടോ, ഞാൻ ആ പരിപാടിയിൽ അവിടെ വെച്ച് നിങ്ങളെ കണ്ടിട്ടുണ്ട്. അന്ന് മറ്റേ മാത്യു ജോനാ പാടിയത്, ആറന്മുള ബേബിയാ പാടിയത് എന്നെല്ലാം ആൾക്കാർ പറയുമ്പോൾ ഞാൻ ഓർക്കും. അങ്ങനെ കർത്താവ് ഞങ്ങളെ എടുത്ത് പ്രയോജനപ്പെടുത്തിയ കാര്യങ്ങൾ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. അങ്ങനെ ആ ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് മെസ്സേജ് ഞാൻ പോകട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇവിടെ ഒരു സ്നാന ശുശ്രൂഷ നടന്നല്ലോ. ആ സ്നാന ശുശ്രൂഷ സമയത്ത് സംസാരിച്ചത് ആരാ? ടി.ജി. ബദർ. ആ ടി.ജി. ബദർ സംസാരിച്ചത് ആർക്കും ഓർമ്മയുണ്ടോ? ആ സംസാരിച്ചതിൻ്റെ വിഷയം ഓർക്കുന്നുണ്ടോ? അറിഞ്ഞു പറയാമോ? അന്ന് ഞാൻ ആ സ്നാന ശുശ്രൂഷയിൽ 9:30 തുടങ്ങിയത്. അന്ന് സംസാരിച്ചത് ആ പുസ്തകത്തിൻ്റെ വിഷയം ആർക്കും ഓർമ്മയുണ്ടോ? ഞാൻ സംസാരിച്ച ആളോട് ചോദിക്കാം, ഓർമ്മയുണ്ടോ? സംസാരിക്കുന്ന എനിക്ക് പോകുന്ന അവിടെ വിശ്വസിച്ച് എന്താ എനിക്ക് കഴിയത്തില്ല. അപ്പോൾ സംസാരിച്ചത് there is one God, one faith, one Father. അങ്ങനെ ഒന്ന് പറഞ്ഞ് എന്താ നമുക്കറിയാം, ഒരു വൺ ബാപ്റ്റിസം, അങ്ങനെ വൺ ഫാദർ, അങ്ങനെ ആ വാക്കാണ് സംസാരിച്ചത്. there is one, അതായത് ഒരു കാര്യം. ഇന്നത്തെ മെസ്സേജിൻ്റെ ബേസിക് കാര്യം ഒന്ന് പറഞ്ഞ കാര്യമാണ്. ഒന്ന്, ദി ഓൺലി വൺ. നമുക്കെല്ലാം അറിയാം, നമ്മുടെ എല്ലാം ഹിന്ദുക്കളുടെ ഇടയിലൊക്കെ കോടിക്കണക്കുള്ള ദൈവങ്ങളുണ്ട്. കാണുന്നതെല്ലാം ദൈവമാണ്. ആ സൂര്യനെ കണ്ടാൽ അത് ദൈവമാണ്, അവിടെ പശുവിനെ കണ്ടാൽ അത് ദൈവമാണ്, അതിനെ കാണുന്നതെല്ലാം ദൈവമാണ്. ஆனால் നമുക്കെല്ലാം ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം ഓർക്കാൻ കർത്താവിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിഷയം പെട്ടെന്ന് ഞാൻ നിർത്തുന്നതായിരിക്കും. ഞാൻ 12:00 മുമ്പ് ഞാൻ നിർത്തും. അന്ന് ഞാൻ 12:25 ഞാൻ നിർത്തിയിട്ട് ഞാൻ ഒരു ലാസ്റ്റ് ഒരു പാട്ട് പാടാൻ പോകും. അതെനിക്ക് അറിയുന്ന പാട്ടാണ്, നമുക്കെല്ലാം ചെയ്യുന്ന പാട്ട് പാടിയിട്ട് യോഗം കൃത്യം 12:30 അവസാനിക്കുന്നതായിരിക്കും. നമുക്ക് ആ ഒരു വാക്യം വായിക്കാം. എഫേസ്യസ് ലേഖനം 4-ാം അധ്യായം, എഫേസ്യർ 4:5-6. എഫേസ്യർ 4:5-6.
പിതാവും ദൈവവുമായ ഒരുവൻ. അങ്ങനെ നമുക്കെല്ലാം ദൈവം ഒരാളെ ഉള്ള അങ്ങനെ കാര്യം കാണാൻ സാധിക്കും. എല്ലാവർക്കും വ്യത്യാസമല്ല. തമിഴ്നാട്ടിലൊക്കെ പറയുവാണെങ്കിൽ ഓരോ ജാതിക്കും ഓരോ ദൈവമാണ്, ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ ദൈവമാണ്. നമുക്കെല്ലാം ഒരു ദൈവമോ അല്ല, യേശു എന്ന ദൈവം മാത്രമല്ല, നമുക്കെല്ലാം ക്രിസ്തു ദൈവമെന്ന് കാണാൻ സാധിക്കും. രണ്ടാമത്തെ വാക്യം ഉടനെ വായിക്കാം. അടുത്ത വാക്യം കാണുമ്പോൾ സങ്കീർത്തനം 27:4 അവിടെ വായിക്കുമ്പോൾ സങ്കീർത്തനം 27:4 ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കാനും. ഇവിടെ കാണുമ്പോൾ ഞാൻ യഹോവയോട് കൂടെ ഒരു കാര്യം ഞാൻ അപേക്ഷിച്ചു. നമുക്കെല്ലാം അപേക്ഷകളുണ്ട്. തമിഴിലുണ്ട്, ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ കേട്ടേ അതേ നാടുവേ, അതേ അന്വേഷിക്കും. അത് മാത്രം മതി. നമുക്കെല്ലാം ഓരോ കാര്യങ്ങളേ ഉള്ളു. അത് മാത്രം നമ്മുടെ ആഗ്രഹമാണ്. മലയാളത്തിൽ പറയുമ്പോൾ ഇത് എൻ്റെ ആഗ്രഹമൊക്കെ നല്ലതാണ്. എന്നാൽ ഒരു കാര്യമേ ഉള്ളു, അത് മാത്രം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം മറക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു വെള്ളിയമ്മയെ കാണുമ്പോൾ വെള്ളിയമ്മ പറയും, അമ്മച്ചിയെ എന്തുകൊണ്ട് വിശേഷം? ആ വെള്ളിയമ്മച്ചി പറയും, മോനെ ദൈവം എന്നെ എടുത്താൽ മതി, ദൈവം കഷ്ടപ്പാട്. ആ വെള്ളിയമ്മച്ചിയുടെ പറച്ചിലിങ്ങനെ, ദൈവം എന്നെ കഷ്ടപ്പെടുത്തോ, ദൈവം എന്നെ എടുക്കാൻ എന്നെ വിളിക്കുന്നില്ലല്ലോ എന്ന് ആ വെള്ളിയമ്മച്ചി പറയും. അതുപോലെ നമ്മുടെ എല്ലാ ആഗ്രഹവും നമുക്ക് ഈ കഷ്ടം മാറണം എന്നുള്ള നമുക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ജോബിന്റെ പുസ്തകം വായിക്കാം, ജോബിന്റെ 9:25 വായിക്കാം. അവിടെ എന്താ വായിക്കുന്നത്? ഈ എല്ലാ കാര്യത്തിലും ഒരു എന്ന കാര്യം കാണാൻ സാധിക്കും. അത് മാത്രം ഞാൻ പറയാൻ. ജോബ് ചാപ്റ്റർ 9:22. അതെല്ലാം ഒരുപോലെ, അതുകൊണ്ട് ഞാൻ പറയുന്നത് അവൻ നിഷ്കളങ്കനെയും ദുഷ്ടനെയും നശിപ്പിക്കുന്നു. അത് ഒരുപോലെ. അത് മാത്രമല്ല, അവൻ എന്തുവാ? ആരെ നശിപ്പിക്കും? നിഷ്കളങ്കനെയും ദുഷ്ടനെ. അതായത് തമിഴിലുണ്ട്, ദുർമാർഗനെയും നീതിമാനെയും നല്ലവരെയും മോശമായവരെയും എല്ലാം നശിപ്പിക്കും. ദൈവത്തിന് ബോധമില്ല, ദൈവത്തിന് അറിയത്തില്ല. ഇന്നലെ ദൈവം എങ്ങനെ നല്ലവരെ നശിപ്പിക്കുന്നത്? യോബ് പറയുക, യോബ് അറിയാം, യോബ് നല്ല മനുഷ്യൻ, നീതിമാനായിരുന്നു. യോബ് പറയുക, അവന്റെ അനുഭവത്തിൽ പറയുക, ദൈവം നല്ലവനെയും ശിക്ഷിക്കും, ദുർമാർഗനെ മോശമായ ആളെ ദൂഷിക്കും. പ്രിയമുള്ളവരെ, നല്ലവനെയും ദൂഷിക്കാൻ കാരണം അവന് ഒരു ഹോപ്പുണ്ട്. ഒരു വിശ്വാസിക്ക് മരിക്കുന്നുണ്ട്, അവിശ്വാസിക്ക് മരിക്കുന്നുണ്ട്. വിശ്വാസിക്ക് എന്തോ മരിച്ചാലും ഞാൻ ദൈവത്തിലേക്ക് പോകുന്നുള്ള ഒരു ഹോപ്പുണ്ട്. എന്നാൽ അവിശ്വാസിക്കോ ഹോപ്പില്ല. എവിടെ പോകും? നീ മരിച്ചുപോയി എവിടെ പോകും? നീ പറയും. എന്നാൽ അവിടെ കാണുമ്പോൾ അതാ ജോബ് പറയുക, നല്ലവണ്ണം മരിക്കുന്നുണ്ട്, മോശമായി മരിക്കുന്നുണ്ട്. ഫിലിപ്പിയർ 3:11 വായിക്കണം. ഫിലിപ്പിയർ 3:11 അവിടെ എന്താ വായിക്കുന്നത്? ഒന്നും ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ഞാൻ. നമ്മളെ തമിഴിലൊക്കെ വായിക്കുമ്പോൾ പിന്നാണങ്ങളെ മറന്ന് മുന്നാണങ്ങളെ നാടുകളെ. ഞാൻ ഒന്നും അറിവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്ന് മാത്രം അറിയുന്നുണ്ട്. ഞാൻ കുറേത്തെ കാര്യം ഞാൻ ഓർക്കുന്നില്ല, കാണത്തില്ല. കുറേ ഒത്തിരി സംഭവം നടന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിലെല്ലാം. കുറേയിലെ ഒത്തിരി നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഒത്തിരി സംഭവം നടന്നിട്ടുണ്ട്. ഒത്തിരി തെറ്റുകൾ, ഒത്തിരി പാവങ്ങൾ, ഒത്തിരി മോശമായ കാര്യങ്ങൾ, നമ്മൾ വർണ്ണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർത്തിട്ട് കാര്യമല്ല. അതൊക്കെ നമ്മൾ മറന്നു. ദൈവം ക്ഷമിച്ചു എന്നുള്ള കാര്യം ഓർത്തിട്ട് അതൊക്കെ ക്ഷമിച്ചിട്ട് അതിനെക്കുറിച്ച് ഒന്നും ശ്രദ്ധിക്കാതെ മുമ്പിൽ മാത്രം ഓടുക. അതിന് അടുത്ത വാക്യം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ലക്കെ നോക്കി. ലക്ക് പറഞ്ഞാൽ എന്തോ നമുക്ക് ഒരു എന്തോ ഉണ്ട്, ഒരു ലാക്ക് നോക്കി നമ്മൾ ഓടുക. അത് മാത്രം ഓടിയാൽ മതി. അവിടെ കർത്താവേ, അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഞാൻ ഓട്ടം തികച്ചു എന്നുള്ള പറയുന്ന മതി. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ ലക്ക് നോക്കി ഓടുന്ന പോൽ കുറേത്തെ കാര്യങ്ങൾക്ക് ഒന്നും ചിന്തിക്കാതെ നമ്മൾ ഫ്രണ്ടിൽ മാത്രം നോക്കി ഓടുന്ന ആവശ്യമാണ്. അത് മാത്രമല്ല, അടുത്ത വായിക്കാം, ലൂക്കിന്റെ 10:42. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 42-ാം വാക്യം. ഈ വാക്യം വായിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കണം. എന്നാൽ ഒന്നും മതി. എന്തുവാ? മറിയ നല്ല തിരഞ്ഞെടുത്തു. ഇവിടെ രണ്ട് വ്യക്തികളുണ്ട്, മാർത്ത, മറിയ. മാർത്ത വളരെ ബിസി. എന്തിനാ? ചാപ്പാട് ചെയ്യാൻ, അത് ചെയ്യാൻ, ഇത് ചെയ്യാൻ. മറിയ എന്തുവാ?
കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഇരിക്കുക. ഒരു മാർത്ത പറയുക, കർത്താവേ, ഡോണ്ട് യു നോ, നിനക്ക് വിഷമമില്ല, നിനക്ക് അറിയുന്നില്ലേ, ഞാൻ ഇവിടെ കഷ്ടപ്പെടുക, നീ ഇവിടെ എന്തോ സംസാരം, ഇവിടെ എന്തോ എടുക്കുക. അപ്പൊ കർത്താവ് എന്തോ പറഞ്ഞു? മാർത്ത മരിയാൾ ചെയ്ത കാര്യം, മരിയാൾ തന്നെ നല്ല പങ്ക് തെളിഞ്ഞുകൊണ്ടാൽ മരിയാൾ നല്ല പോർഷനെ അവൾക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന യോഗ്യത എന്നുള്ള കാര്യം കർത്താവ് അവിടെ വ്യക്തമാക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിലാണോ ഇരിക്കുന്നത്? അത് ലോകപ്രകാരമായി ജീവിച്ചാണ് ഇരിക്കുന്നത്? നമുക്കിരിക്കുന്ന നമ്മുടെ ഈ ആയുസ് കർത്താവിന് വേണ്ടി നമ്മൾ ചെലവഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ലോകപ്രകാരം വേണ്ടി ഇനി 5 പൈസ സമ്പാദിച്ചു, ഇനി സമ്പാദിക്കണം, നല്ലതാ, വേണ്ടെന്ന് പറയുന്നില്ല. എന്നാലും നമ്മുടെ ആർത്തി, നമ്മുടെ എയിം എന്താ വായിക്കണം? ഈ മരിയാടെ കൂട്ടാണോ മാർത്താടെ കൂട്ടാണോ? നമുക്കെല്ലാം അവരെ തീരുമാനിക്കാം. തുടർന്ന് നമ്മൾ അടുത്തത് വായിക്കാം. ഹീബ്രുവിൻ്റെ ഒരു വലിയ മഹാനുണ്ട്. ഇന്നലെ നമ്മുടെ ജോയ് ബ്രദർ സംസാരിച്ചു, ഒരു വലിയ മഹാൻ. ആ മഹാൻ ഷെപ്പേർഡായിരുന്നു. ആ മഹാൻ നമുക്ക് വായിക്കാൻ സാധിക്കും. ആ മഹാൻ ആരറിയാമോ? ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സ് 24, 25, 26. എബ്രായരുടെ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 24, 25, 26. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ തിന്ന വലിയ ധനം എന്ന് എണ്ണുകയും. ഇവിടെ കാണുമ്പോൾ ഞാൻ പറയാവുന്ന കാരണം, ഫറവോന്റെ മകളുടെ മകൻ എന്നുള്ള കാര്യം അത് വേണ്ടെന്ന് വെച്ചു. കാരണം നല്ലൊരു ഫാമിലിയാ, അത് വേണ്ടെന്ന് വെച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി നിന്ദ സഹിക്കാൻ വേണ്ടി, കഷ്ടപ്പാട് സഹിക്കാൻ വേണ്ടി അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് എന്തെങ്കിലും നഷ്ടമായോ? നമുക്കെല്ലാം അറിയാം. മോശയ്ക്ക് എന്തെങ്കിലും കുറവ് പറ്റിയോ? മോശയെ കർത്താവ് വിളിച്ചപ്പോഴത്തേക്ക് മോശ എന്തോ പറഞ്ഞു? മോശയെ പറയുമ്പോൾ മോശ എന്താ പറയുക? കർത്താവേ, എനിക്ക് ഒന്നും അറിയത്തില്ല, കർത്താവേ, നീ സംസാരിക്കാൻ പോലും അറിയുന്നില്ല, ഞാൻ സ്റ്റാമ്പറിംഗ് ഉള്ള ആളാ, നീ സംസാരിക്കാൻ അറിയാത്ത ഒരു വ്യക്തിയാ, ഞാൻ എന്ത് പറയും, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറയാം. അത് വായിക്കാം. എക്സോഡസിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 2-ാം അധ്യായം വായിക്കാം. എക്സോഡസ് 4:2 അവിടെ വായിക്കുമ്പോൾ മോശയെ കുറിച്ച് കാണാൻ സാധിക്കും. യഹോവ മോശയോട് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്ത് പറഞ്ഞു? പ്രിയമുള്ളവരെ, മോശ പറയുക, കർത്താവേ, നിന്റെ കയ്യിൽ എന്തോ ഉണ്ട്. ഉടനെ മോശ പറയുക, ഒരു വടി. പ്രിയമുള്ളവരെ, ഒരു വടിയുള്ള സമയത്താണ് കർത്താവ് മോശയെ വിളിക്കുന്നത്. ആ ഒരു വടി വെച്ചിട്ട് മോശ എന്തെല്ലാം കാണിച്ചു, എത്ര അത്ഭുതം പ്രവർത്തിച്ചു, നമുക്കെല്ലാം അറിയാം, കാണാൻ സാധിക്കും. അത് അപ്പം തന്നെ ഒരു അത്ഭുതം പറയാ, അതിന് താഴെ മുടി ആ ഒരു വടി എന്തോ ആയി? സർപ്പമായി. പിന്നെ എടുക്കുമ്പോഴത്തേക്ക് പിന്നെ വടിയായി. അങ്ങനെ ഒരു സാമ്പിൾ കാണിച്ചു. പിന്നെ കാണുമ്പോൾ കടലൊക്കെ രക്തമായി. അവിടെ തമിഴ് തന്നെ ഒത്തിരി പറയാം. വെട്ടിക്കിളി എന്താണെന്ന് അറിയത്തില്ല. വെട്ടിക്കിളി, അത് മാത്രമല്ല ലോക്കസ്റ്റ്. അങ്ങനെ ഓരോ അത്ഭുതങ്ങൾ ചെയ്ത് ഇസ്രായേലെ ഈജിപ്തിൽ ഇരുന്ന് അവരെ മോചിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ മോസസ് എത്രമാത്രം കാര്യം ചെയ്തു. ആ ഒരു വടി എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ അതിന്റെ 4-ാം അധ്യായത്തിന്റെ എക്സ്ട്രാസ് 4:20 വായിക്കാം. 4:20 അവിടെ എന്താ വായിക്കുന്നത്? ഇവിടെ കാണുമ്പോൾ ആ ഒരു വടി ഇവിടെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആ ഒരു വടി എന്നുള്ളത് ഇപ്പം ദൈവത്തിന്റെ വടിയായി. ആ ഒരു വടി താൻ സ്വന്തം ആ വടി വെച്ചിട്ട് എല്ലാ മാടിനെ എല്ലാം ലീഡ് ചെയ്ത് ആ വടി ഇപ്പം ദൈവത്തിന്റെ വടിയായിട്ട് മാറി. ആ വടിയെ ദൈവത്തിനോട് സമർപ്പിച്ചപ്പോൾ അത് ദൈവത്തിന്റെ വടിയായിട്ട് മാറാൻ സാധിച്ചു. നിങ്ങളാ അറിയാം, ചെറു ഭാരം 5 അപ്പം 2 മീൻ. ആ 5 അപ്പം 2 മീൻ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് കർത്താവ് അത് ചോദിച്ചപ്പോൾ അത് കർത്താവ് അത് കൊടുത്തപ്പോഴത്തേക്ക് അത് 5 അപ്പം 2 മീൻ എന്തോ ആയി. അത് എന്തുമാത്രം അനുഗ്രഹപ്പെട്ടു. അവൻ അത് കൊടുക്കാതെ വെച്ചിരിക്കുവാണെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ അവൻ കൊടുത്തുകൊണ്ട് അത് നല്ല ബ്ലെസ്സിങ് എന്നുള്ള കാര്യം കാണാൻ സാധിക്കണം. നമ്മൾക്ക് ഇരിക്കുന്നത് ഒരു വടിയോ ഒരു ചെറിയ സാധനമായിരിക്കും. അത് കർത്താവിനെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ അത് നമുക്കെല്ലാം അനുഗ്രഹമായി തീരുന്നുള്ള കാര്യം കാണാൻ സാധിക്കും. 5-ാമത്തെ കാര്യം കാണുമ്പോൾ മാത്യു ചാപ്റ്റർ 8 വേഴ്സ് 8 അവിടെ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കാണാൻ സാധിക്കും.
ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരൻ. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ. പ്രിയമുള്ളവരെ, ഈ ശതാബ്ദൻ എന്ന് പറഞ്ഞപ്പോൾ സെഞ്ചുറിയൻ യേശു ക്രിസ്തു കപ്പർനഹൂമിലോട്ട് പോകുന്ന സമയത്ത് ഈ സെഞ്ചുറിയൻ കേട്ടു ഒരു മഹാൻ വരുന്നു, ആ മഹാൻ സൗഖ്യമാക്കും, സുഖപ്പെടുത്തും എന്നുള്ള കാര്യമാണ്. വിശ്വാസത്തോട് കർത്താവിനോട് പോവുക. കർത്താവേ, എൻ്റെ സേർവൻ, എൻ്റെ ജോലിക്കാരൻ പക്ഷപാതമായിട്ട് കിടക്കുക, അവൻ വയ്യ, അവനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്നാൽ നീ എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ വീട്ടിൽ വന്ന് പാർക്കുവാണോ. ഞാൻ യോഗ്യത, എനിക്ക് യോഗ്യതയില്ല. കാരണം നീ വലിയ മഹാൻ, നീ എൻ്റെ വീട്ടിൽ വരാൻ പോകണം, എനിക്ക് യോഗ്യതയില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. കർത്താവെ എന്താ ചെയ്തു? അവൻ എന്താ ചോദിച്ചു? ഒരു വാക്ക് പറഞ്ഞാൽ മതി, അത് കാണാൻ സാധിക്കും. കർത്താവ് നീ ഒന്നും പറയണ്ട, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. എൻ്റെ സേവന്റെ അവൻ സുഖപ്പെടുന്നുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഒരു വാക്ക് മതി. ഒത്തിരി പറയണ്ട, ഒത്തിരി പ്രശ്നം എടുക്കണ്ട, ഒത്തിരി കാര്യമൊന്നും പറയണ്ട. കർത്താവ് ഒരു വാക്കിന് വിലയുണ്ട്. കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ ഒത്തിരി കാര്യങ്ങൾക്കെല്ലാം എല്ലാം പൊക്കിക്ക് എല്ലാം ചെയ്ത് അവർക്കെല്ലാം കണ്ണടച്ചെന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല. അവിടെ പറയുമ്പോൾ കർത്താവ് സ്റ്റോപ്പ് പറഞ്ഞാൽ അപ്പം തന്നെ നിന്നു, എല്ലാ കാര്യം നിന്നു. അങ്ങനെ കർത്താവിന്റെ ഒരു വാക്കിന് വിലയുള്ള കാര്യം കാണാൻ സാധിക്കും. ആ ഒരു വാക്കിന് വിലയുള്ള കാര്യം. അതുമാത്രമല്ല, വോയിസ് ഓഫ് ഗോഡ് ഈസ് വെരി പവർഫുൾ എന്നുള്ള കാര്യം കാണാൻ സാധിക്കും. അടുത്ത കാര്യം കാണുമ്പോൾ 2 Corinthians chapter 12 verse 7. 2 Corinthians 12-ാം അധ്യായം 7-ാം വാക്യം. 2 Corinthians 12:7. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ജഡത്തിൽ ഒരു നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് എന്തുമാത്രം പ്രവർത്തനം ചെയ്ത ആളാണ്, എന്തുമാത്രം മിഷനറി യാത്ര ചെയ്ത ആളാണ്, എന്തുമാത്രം കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു പ്രവർത്തനം. എന്നാൽ ഇത്രയും അനുഗ്രഹം പ്രവചിച്ചാലും ദൈവം അവന്റെ ജീവിതത്തിൽ ഒരു ശൂലം തമ്മിൽ ഒരു മുള്ള് കൊടുക്കപ്പെട്ടു. ആ മുള്ള് എന്താണെന്ന് അറിയുന്നില്ല. ആ മുള്ളിനെ കുറിച്ച് വിഷമിച്ചിരിക്കുക. ആ സമയത്ത് ഈ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുക, കർത്താവേ, എല്ലാം എനിക്കുണ്ട്, എല്ലാ സമ്പത്തുമുള്ള സുഖമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും ഈ മുള്ള് എനിക്ക് വളരെ അത് മുള്ള് കൊടുക്കാൻ കാരണം നീ നിന്നെ ഉയർത്താതെ പഠിക്കും, നീ നിന്നെ ഒത്തിരി പൊക്കാതെ, എനിക്ക് അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയാ ആ മുള്ളു കൊടുത്തിരിക്കുന്നത് പോളിസ് പറയുക. അങ്ങനെ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി ശരീരത്തിൽ അത് കൊടുത്തത് ആരാ കൊടുത്തത്? അത് വായിക്കാൻ സാധിക്കും. അവിടുത്തെ വായിക്കുമ്പോൾ അത് വായിച്ച് 12:7. സാത്താന്റെ ദൂതനെ എന്തുവാ? സാത്താന്റെ ദൂതനാ കൊടുത്തിരിക്കുന്നത്. സാത്താന്റെ ദൂതനാ. ചില സമയത്ത് ദൈവം സാത്താനെ നമുക്ക് ദൈവം കഷ്ടപ്പാടൊക്കെ നമുക്ക് കൊടുത്തെന്ന് പറയാം. ഈ സാത്താന അവനെ കൊടുത്ത വലിയ പൊക്കണ്ട, നീ പൊങ്ങണ്ട വേണ്ടി അവൻ സാത്താൻ കൊടുത്ത ആ മുള്ള് അവന് കഷ്ടപ്പെട്ടിരിക്കുക. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ, ഈ മുള്ള് എന്നെ നീ പ്രാർത്ഥിച്ച് എത്ര വർഷം പ്രാർത്ഥിച്ചു? 3 മാസം പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ മറുപടി എന്തായിരുന്നു? ശരിയായോ? ആ മുള്ളു മാറിയോ? മാറിയില്ല. എന്തുവാ ദൈവം എന്ത് പറഞ്ഞു? എന്റെ കൃപ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ട്. നമുക്കത് ഞാൻ ഓർക്കും, എന്തിനാ എന്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടം? എന്തിനാ ഞാൻ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നത്? എന്തിനാ ഞാൻ സുഖമില്ലാതെ? ദൈവം എന്നെ എന്തിനാ? ചിലരൊക്കെ പറയും, ഒരാൾ സുഖമില്ലാതെ പോയാൽ ചിലർ മറ്റുള്ളവർ പറയും, ആ ദൈവം അവനെ അടിച്ചതാണ്, അവൻ വേണം, അവൻ അംഗീകരിച്ച് നടക്കുകയാണെന്നും ദൈവം അടിച്ചതാണെന്ന് പറയും. നമ്മളെ മറ്റുള്ളവർ നിന്ദിക്കും. അങ്ങനെ പറയരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ദൈവം അവനെ അടിച്ചതല്ല, ദൈവം അവന് കൊടുത്തിരിക്കുന്ന ഒരു മുള്ള്, ഒരു ശോധനയായിരുന്നു, ഒരു കഷ്ടപ്പാടായിരുന്നു. എന്നാലും അതുമാത്രം ദൈവം അവനെ ഉയർത്തുന്ന കാര്യം നമുക്ക് മറക്കാൻ പാടില്ല. അങ്ങനെ പറയാൻ സാധിക്കും. 7ാമത്തെ കാര്യം, ലാസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞ അവസാനത്തിൽ പോയി. 7ാമത്തെ കാര്യം പറയുമ്പോൾ 1 സാമുവേൽ അതിൻ്റെ 17-ാം അധ്യായം അതിൻ്റെ 50-ാം വാക്യം. 1 സാമുവേൽ 17-50. ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി ഫിലിസ്ത്യന്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് ഇവിടെ കാണുമ്പോൾ സാത്താനായ ഗോലിയാത്ത് അവനെ എല്ലാവരെയും പേടിപ്പിക്കുക. സാത്താനായ ഗോലിയാത്തിനെ എല്ലാവരെയും പേടിപ്പിച്ചു. അവിടെയുള്ള മക്കൾക്കെല്ലാം ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഒരു ചെറിയ മനുഷ്യൻ ദാവീദ് അവൻ എന്ത് ചെയ്തു? അവന്
യേശുവിൻ്റെ നാമത്തിൽ കാണുമ്പോൾ യഹോവയുടെ നാമത്തിലാണ്. യേശു അത് പഴയ നാമത്തിലല്ലോ. പഴയ കാണുമ്പോൾ യഹോവ നീ ഭയങ്കര ബലശാലിയാ, നിനക്കെല്ലാം ആയുധങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. എന്നാൽ ഞാനോ വരുന്നതോ യാരുടെ നാമത്തിൽ? യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. യഹോവ എന്നെ ബലപ്പെടുത്തും, യഹോവ എനിക്ക് സഹായിക്കും, യഹോവ എന്നെ പ്രയോജനപ്പെടുത്തുന്ന യഹോവയുടെ നാമത്തിൽ വരികയെന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്തു? അവൻ 5 കല്ലെടുത്ത് വായിച്ചു. കാരണം വിശ്വാസമില്ല. കാരണം അവന് 5 കല്ലിലെ കാരണക്കാർ നേരത്തെ കാണാൻ സാധിക്കും. 5 കല്ല് എടുത്തിട്ട് 1 2 7 8 3 വലിച്ചാട്ടിയിട്ടില്ല. 5 കല്ല് എടുത്താലും ഒരേ കല്ലില്ല, ഒരേ കവന്. ആ ഒരേ കവൻ എന്താ മലയാളത്തിൽ പറയുന്നത്? കല്ലും കവൻ അങ്ങനെ സാധനം ഒന്ന് വെച്ചിട്ടാണ് എന്ത് ചെയ്തു? ഒറ്റ അടിയിൽ അവനെ വീഴ്ത്തി. പ്രിയമുള്ളവരെ, നമുക്ക് ഒത്തിരി കാര്യം വേണ്ട, ഒരു കല്ല് മതി, ഒരു കാര്യം മതി. നമ്മെ എതിരെ നമുക്ക് സാത്താനെ വീഴ്ത്താൻ സാധിക്കും. സാത്താൻ നമുക്ക് അപ്പം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും, കഷ്ടപ്പെടുത്തും, പ്രയാസം കൊടുക്കും. അവനെ വീഴ്ത്താൻ പറ്റും, കാരണം അവനെ വീഴ്ത്തിയേ പറ്റത്തുള്ളൂ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ ആ ഒരു കല്ലായ ഒരു കല്ലിന് എന്താ വരുന്നില്ല. ഇതാ ആ ഒരു കല്ല് വേദപുസ്തകം. ഈ വേദപുസ്തകത്തെ ഈ ഒരു വേദപുസ്തകം നമ്മുടെ കയ്യിൽ ഇരുന്നാൽ മതി, ഏത് സാത്താനായാലും അവനെ വീഴ്ത്താൻ സാധിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നമുക്ക് വീട്ടുന്ന സമയത്ത് നമ്മൾ കണ്ട കാര്യം 7 കാര്യം നമ്മൾ കണ്ടു. ഫസ്റ്റ് വൺ ഈസ് വൺ ഗോഡ്, വൺ ഫെയ്ത്ത്, വൺ ബാപ്റ്റിസം. ഇത് കാര്യം കണ്ട് സാധിച്ചു. രണ്ടാമത്തെ കാര്യം വൺ ഡിസയർ. മാർത്ത മറിയ ഇല്ല, വൺ ഡിസയർ പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം. മൂന്നാമത്തെ കാര്യം വൺ ചൂസ്, അതായത് മാർത്ത മറിയയുടെ ആ ചൂസ്, വൺ ചൂസ്. നാലാമത്തെ കാര്യം വൺ റോൾ, ഒരു കമ്പ്. അഞ്ചാമത്തെ കാര്യം വൺ വോയിസ് ഓഫ് ഗാഡ്, ഒരു ദൈവത്തിൻ്റെ ശക്തിയുള്ള വോയിസ് ഓഫ് ഗാഡ്. അടുത്തത് വൺ ശൂലം, ഒരു മുള്ളി നമ്മുടെ ജീവിതത്തിൽ, ഒരു കഷ്ടപ്പാട്, ഒരു വേദന. നമുക്കെല്ലാം വേദന ഉണ്ട്, ഈ ഉപദ്രവമുണ്ട്. ഉപദ്രവം ഇല്ലാത്ത ആരുമില്ല. എന്നാൽ ഈ ലോകത്ത് കർത്താവ് പറയുക, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഉപദ്രവമുണ്ട്, എന്നാലും ജയം കൊള്ളും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ആ ഉപദ്രവത്തിനിടയിലും കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അത് മാത്രമല്ല, 7ാമത്തെ ലാസ്റ്റ് കണ്ടത് ആ ഉപദ്രവപ്പെടുത്ത സാത്താൻ. ആ സാത്താനെ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ വി ഹാവ് ടു റെസിസ്റ്റ്, വി ഹാവ് ടു റെബ്യൂക്ക്. ആ സാത്താനെ നമ്മൾ എപ്പോഴും മാറ്റി നിർത്തണം. അല്ലെങ്കിൽ സാത്താൻ നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചിട്ട്, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഫ്രണ്ടിൽ പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ ഒത്തിരി തടസ്സം ചെയ്യും. ഇത്രയും കാര്യം നമുക്ക് ചിന്തിച്ച് മാത്രമല്ല, വരുന്ന ദിവസം നമുക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം.